നമസ്കാരം, ഞാൻ ഇന്ദിര രാഹുൽ. മേരി മാതാ പബ്ലിക് സ്കൂൾ തൃക്കാക്കര 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. സാർത്ഥക് സിദ്ധാർത്ഥ്. നേരുള്ള പോരാട്ടത്തിന്റെ പേര്. പ്രിയ DCL കുടുംബാംഗങ്ങളെ, അർത്ഥമില്ലാത്ത സിദ്ധാന്തങ്ങൾക്കായി വീട്ടിലും നാട്ടിലും സമര പരമ്പരകൾ നടത്തുന്ന നിരവധി വിദ്യാർത്ഥികൾക്കു മുന്നിൽ, വിദ്യാർത്ഥി സംഘടനകൾക്കു മുന്നിൽ ഇതാ അർത്ഥമുള്ള സിദ്ധാന്തങ്ങളിലൂടെ പുതുവിപ്ലവത്തിന്റെ വിസിൽ മുഴക്കുന്ന ഒരു വിദ്യാർത്ഥി പ്രതിഭ, സാർത്ഥക് സിദ്ധാർത്ഥ്. ജാർഖണ്ഡ് സംസ്ഥാനത്തെ റാഞ്ചി നഗരത്തിൽ നിന്നും സ്വന്തം ബ്ലോക്കിലൂടെ ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയെ മുഴുവൻ ഇളക്കി മറിക്കുന്ന ഈ 17കാരൻ +2 വിദ്യാർത്ഥിയെ കുറിച്ചാകട്ടെ ഇന്നത്തെ കൊച്ചേട്ടൻ്റെ കത്ത്. അസതോമ സദ്ഗമയ എന്ന ആദർശവുമായി 1962 ജൂലൈ 1 ഔദ്യോഗികമായി ആരംഭിച്ച സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും മികവുറ്റ വിദ്യാഭ്യാസ സംവിധാനങ്ങളിൽ ഒന്നാണ്. 30,000-ൽ-അധികം അഫിലിയേറ്റഡ് വിദ്യാലയങ്ങളിലായി 3 കോടിയിലേറെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന CBSE സിലബസിൽ ഇക്കഴിഞ്ഞ ബോർഡ് എക്സാമിന് 10ലും 12ലും മാത്രം പരീക്ഷ എഴുതിയത് 42 ലക്ഷം വിദ്യാർത്ഥികളാണ്. ഇതിൽ +2 പരീക്ഷ എഴുതിയത് 17.8 ലക്ഷം വിദ്യാർത്ഥികളിൽ ഒരാളാണ് നമ്മുടെ കഥാനായകനായ സാർത്ഥക് സിദ്ധാർത്ഥ്. സാർത്ഥക് എങ്ങനെയാണ് താരമായത് എന്ന് കൂട്ടുകാർക്ക് അറിയാമോ? ഇക്കഴിഞ്ഞ +2 പരീക്ഷയുടെ ഉത്തരക്കടലാസുകൾ ഡിജിറ്റലായി പരിശോധിക്കുവാൻ CBSE ഓൺ സ്ക്രീൻ മാർക്കിംഗ് എന്ന സംവിധാനമാണ് സ്വീകരിച്ചത്. ഇതനുസരിച്ച് മൂല്യനിർണ്ണയം നടത്തി പ്രഖ്യാപിച്ച് 2025-26 CBSE +2 പരീക്ഷ ഫലത്തിനെതിരെ വിദ്യാർത്ഥികളിൽ നിന്ന് വ്യാപകമായ ആക്ഷേപവും പ്രതിഷേധവുമാണ് രാജ്യമെങ്ങും അലയടിച്ചത്. നിരവധി വിദ്യാർത്ഥികൾ മാർക്ക് സംബന്ധമായി പരാതികളുമായി മുന്നോട്ട് വന്നു. 10,000-കണക്കിന് വിദ്യാർത്ഥികളിൽ വിലാപവും പരിഭവവുമായി വിഷമിച്ചപ്പോൾ ഇത്ര അശ്രദ്ധമായും തെറ്റായും വിലയിരുത്തൽ നടത്തിയ കമ്പനി ഏതെന്നാണ് സാർത്ഥക് അന്വേഷിച്ചത്. വിവരാവകാശത്തിലൂടെ ലഭിച്ച തൻ്റെ പരീക്ഷാ പേപ്പറുകൾ പരിശോധിച്ച് സാർത്ഥക് ഞെട്ടിപ്പോയി. ഡിജിറ്റൽ മൂല്യനിർണ്ണയത്തിനായി സ്കാൻ ചെയ്ത തൻ്റെ പല പേജുകളും അവ്യക്തമാണ്. എന്നിട്ടും തൻ്റെ പേപ്പറുകൾക്ക് ആരോ തോന്നിയ പോലെ മാർക്കിട്ടിരിക്കുന്നു. ഈ തിരിച്ചടിയിൽ തൻ്റെ സ്വപ്നങ്ങൾ തകർന്നടിയാൻ സാർത്ഥക് അനുവദിച്ചില്ല. പകരം ഒറ്റയ്ക്ക് പോരാടാൻ അവൻ തീരുമാനിച്ചു. മൂല്യനിർണ്ണയത്തിലെ പിഴവ് അത് ചെയ്ത കമ്പനിയുടെ തെറ്റാണ് എന്ന് തുടർച്ചയായ അന്വേഷണത്തിലൂടെ സാർത്ഥക് തിരിച്ചറിഞ്ഞു. മൂല്യനിർണ്ണയത്തിനായി ടെൻഡർ വ്യവസ്ഥകൾ അപ്പാടെ തെറ്റിച്ച് CBSE തിരഞ്ഞെടുത്തത് മുമ്പുണ്ടായിരുന്ന ഗ്ലോബറീന ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേര് മാറ്റി കോയംറ്റ് എഡ്യൂക്കേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ വന്ന കമ്പനിയെയാണ് എന്ന് സാർത്ഥക് മനസ്സിലാക്കി. 2019 തെലുങ്കാന ഇൻ്റർമീഡിയറ്റ് പരീക്ഷാഫല വിവാദത്തിൻ്റെ കാരണമായ കമ്പനിയാണ് ഗ്ലോബറീന. അന്ന് മൂല്യനിർണ്ണയ പിഴവ് മൂലം 23ഓളം വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യാനിടയാക്കിയ കരിമ്പട്ടികയിലുള്ള കമ്പനിക്ക് ടെൻഡർ വ്യവസ്ഥകൾ മാറ്റിയെഴുതി 17.8 ലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവി പന്താടാൻ എറിഞ്ഞുകൊടുത്ത ഉത്തരവാദിത്തപ്പെട്ടവർക്കെതിരെ തൻ്റെ ബ്ലോഗിലൂടെ സാർത്ഥക് ആക്രമണം അഴിച്ചുവിട്ടു. സാർത്ഥക് സ്വയം പഴിച്ചില്ല, പരാതി പറഞ്ഞ് നിരാശനായില്ല. സ്വന്തം കഴിവിലും അധ്വാന ഫലത്തിലും ഉറച്ച വിശ്വാസമുണ്ടായിരുന്ന അവൻ തൻ്റെ കണ്ടെത്തലുകൾ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സ്ഥിരം സമിതിക്കു മുന്നിൽ അവതരിപ്പിച്ചു. ഇന്ന് CBSE ഓഫീസ് ഈ കമ്മിറ്റിയുടെ അന്വേഷണത്തിലാണ്. പ്രിയ കൂട്ടുകാരെ, ഇതൊരു വിദ്യാർത്ഥി സമരത്തിൻ്റെ ചരിത്രമാണ്. സ്വന്തമായി സിദ്ധാന്തമുള്ള ബോധ്യങ്ങളും ലക്ഷ്യങ്ങളുമുള്ള ഒരു വിദ്യാർത്ഥി ഒറ്റയ്ക്ക് നടത്തുന്ന സമരം. നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥി സമരങ്ങളുടെ ചരിത്രമെടുക്കൂ.
ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും കുടിപ്പക്കയുടെയും ഗൂഢലക്ഷ്യങ്ങളുടെയും ഇരകളായി വിദ്യാലയങ്ങളും കോളേജുകളും നിശ്ചലമാക്കി, പഠിപ്പ് മുടക്കി, തമ്മിൽ തല്ലി, കൊലവിളി നടത്തി, പൊതുമുതൽ നശിപ്പിച്ച്, ഗുരുനിധിയുടെ നികൃഷ്ടകർമ്മങ്ങളിലൂടെ ഗുരുത്വം നഷ്ടമാക്കി ഭാവി ആവിയാക്കുന്ന നിഷേധാത്മക വിദ്യാർത്ഥി സമര ചരിത്രങ്ങളെ അവസാനിപ്പിക്കാൻ സമയമായില്ലേ? വികാരങ്ങൾക്കും പകരം വിചാരവും വിവേകവും ഉപയോഗിച്ച് അനുഭവങ്ങളെ നേരിടാനും അർത്ഥപൂർണമായി രാജ്യനന്മയ്ക്കായി നേരോടെ പോരാടുവാനും സാർത്ഥക് സിദ്ധാന്ത് എന്ന പ്രതിഭയെ നമുക്ക് മാതൃകയാക്കാം. ആശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ.